ഒരു കനത്ത മഴയുള്ള വൈകുന്നേരത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഡോക്ടർ അൻവർ ഹുസൈൻ ഭാര്യയോടൊപ്പം മകളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കാറിൽ മടങ്ങുകയാണ്. പെട്ടെന്നാണ് റോഡ് സൈഡിലെ ഒരു വേസ്റ്റ് തള്ളുന്ന വിജനമായ സ്ഥലത്ത് പോലീസും നാട്ടുകാരും തടിച്ചുകൂടി നിൽക്കുന്നത് അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തോ വലിയൊരു അപകടം അവര് നടന്നിട്ടുണ്ടെന്ന് ആ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ അൻവറിന് മനസ്സിലായി. ഭാര്യ വേണ്ടെന്ന് വിലക്കിയിട്ടും കാറിൽ നിന്നിറങ്ങി അൻവർ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് നടന്നു. അവിടെ ആകെ തകർന്നുപോയ ഭാവത്തിൽ DCP കാതറിൻ നിൽപ്പുണ്ടായിരുന്നു. അൻവറിനെ കണ്ടതും കാതറിൻ ബാരിക്കേഡിനുള്ളിലേക്ക് കടത്തി ആ ക്രൈം സീൻ കാണിച്ചുകൊടുത്തു. അവിടെ കിടന്ന ആ കാഴ്ച അൻവറിന്റെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായിരുന്നു. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹങ്ങൾ. കൊലയാളി ആ ദമ്പതികളുടെ ശരീരങ്ങൾ ഇടുപ്പിന് വെച്ച് കൃത്യമായി പകുതിയായി മുറിച്ചു മാറ്റിയിരുന്നു. എന്നിട്ട് പുരുഷന്റെ മുകൾ ഭാഗവും സ്ത്രീയുടെ അടിഭാഗവും അതുപോലെ സ്ത്രീയുടെ മുകൾ ഭാഗവും പുരുഷന്റെ അടിഭാഗവും തമ്മിൽ പരസ്പരം മാറ്റിവെച്ച് കട്ടിയുള്ള സർജിക്കൽ നൂലുപയോഗിച്ച് ക്ലിനിക്കലായി തുന്നിച്ചേർത്തിരിക്കുന്നു. വികൃതവും ഭ്രാന്തവുമായ ഒരു വിചിത്ര സൃഷ്ടി. അതുവരെ ഒരുപാട് സൈക്കോകളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടുള്ള അൻവറിന് ആ കാഴ്ച താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ചിന്തിക്കാൻ പോലും കഴിയാതെ ഭയം കൊണ്ട് വിറച്ച് അൻവർ അവിടെ നിന്നും തിരിഞ്ഞോടി. വേഗത്തിൽ കാറിനുള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് ശ്വാസമെടുക്കാൻ പാടുപെട്ട് പാനിക്കായിരുന്നു. പേടിച്ചുപോയ ഭാര്യ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം കാറിന്റെ വിൻഡോ ഗ്ലാസിൽ ശക്തിയായി ആരോ തട്ടി. DCP കാതറിനായിരുന്നു അത്. ഗ്ലാസ് പകുതി താഴ്ത്തിയ അൻവറിന്റെ കണ്ണുകളിലേക്ക് നോക്കി കാതറിൻ പറഞ്ഞു, അൻവർ, കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ സിറ്റിയിൽ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണിത്. We have another serial killer.